അഭിലാഷേ ഫാമിലിന്റെ ഇപ്പൊ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പൊ ഞാനല്ലേ. ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇത് പോകുന്നത് നമ്മളെ പ്രവർത്തനം പോലെ നമ്മള് കൊടൈക്കനാൽ പോവാണ്. ഇതിനൊരു അന്തില്ലാത്ത പോക്ക്. ഞാൻ വേറെ എന്തോ പറയാനാ. ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ യാത്ര കൊടൈക്കനാലിലേക്കാണ്. ഈ കൊടൈക്കനാലിലെ യാത്ര പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കൊടൈക്കനാലിൽ. ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു കൊടൈക്കനാൽ യാത്ര പോയിട്ടുണ്ടായിരുന്നത്. വളരെ മനോഹരമായ, എല്ലാവരും ഒരേ വൈബ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു യാത്രയും കൂടെ ആയിരുന്നത്. ഞങ്ങൾ കൊടൈക്കനാൽ ട്രിപ്പ് പോണേന്റെ അന്ന് തലേ ദിവസമായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം കറക്റ്റ് 3 മണിക്ക് ഞങ്ങൾ നാട് വിട്ടു, നേരെ കൊടൈക്കനാൽ. അങ്ങനെ ഒരു കുറച്ചൊക്കെ ഓടിയതിനു ശേഷം ഒരു ലൊക്കേഷൻ എത്തിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു. ഈ യാത്രക്ക് ഉണ്ടായിരുന്ന മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാല്, ഉമ്മ ഇപ്പൊ ആദ്യമായിട്ടാണ് കൊടൈക്കനാൽ വിസിറ്റ് ചെയ്യുന്നത്. കൊടൈക്കനാൽ എന്നല്ല, അവരങ്ങനെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കൂടുതൽ വിസിറ്റ് ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവർ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാന് നമ്മളൊരു കാരണമാവുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. പൊതുവെ യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പേഴ്സണലി. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാരും കൂടി ഉള്ള ഒരു യാത്ര എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. നിക്കാ കഴിഞ്ഞ സമയത്ത് ഒരുപാട് ശ്രമിച്ചതാണ്, പക്ഷെ അന്നത്തെ സാഹചര്യം ഓക്കെ ആയിരുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെ നമ്മൾ പുലർച്ചെ ആയപ്പോഴേക്കും പൊള്ളാച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പൊള്ളാച്ചിയിലെ റോഡ് വ്യൂ ഒരു രക്ഷ ഉണ്ടായിട്ടില്ലായിരുന്നു. 2 സൈഡിലായിട്ട് കാറ്റാടി യന്ത്രങ്ങൾ, നല്ല മനോഹരമായിട്ട് റോഡ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൂര്യന്റെ സൺറൈസ് ഒക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആയിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങള് അങ്ങനെ നേരെ പിന്നെ പഴനി റൂട്ടില്, നെക്സ്റ്റ് റൂട്ട് അതായിരുന്നു. പഴനി റൂട്ടില് എത്തിയപ്പോ പിന്നെ ഞങ്ങൾക്ക് വിശപ്പിന്റെ വിളി വരാൻ തുടങ്ങി. അപ്പൊ ഫുഡ് കഴിക്കണം, എവിടെയും നല്ല ഹോട്ടൽ കണ്ടാൽ നിർത്താന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ കാഴ്ചകൾ കാണുന്നത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പഴനിയില് അമ്പലത്തിൽ പോയിട്ടല്ലേ മൊട്ടടിക്കുക, ശൂലം കുത്തുക, അങ്ങനെയൊക്കെ പറയുമല്ലോ. അങ്ങനെ എന്തൊക്കെ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് തോന്നുന്നു അമ്പലത്തില്. ഒരുപാട് ആൾക്കാർ ഈ റോഡിൽ ഞങ്ങൾ കണ്ടു, ചെരുപ്പിടാതെ നടന്നു പോണത്. അതുപോലെ പല രീതിയിലും ആളുകളെ ഇങ്ങനെതാ ഇതൊക്കെ കണ്ടില്ലേ. ഇവരൊക്കെ പഴനിയിലെ അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ആ മലന്റെ മുകളിലാണ് പഴനി അമ്പലം എന്നൊക്കെ ഇവര് പറയുന്നുണ്ട്, പക്ഷെ കറക്റ്റ് അറിയൂല. ഇവിടൊക്കെ ഒരുപാട് ആൾക്കാരെയും ഒരുപാട് ബസ് ഒക്കെ കാണാനുണ്ട്. ഇതൊക്കെ അവിടേക്ക് പോണ ആൾക്കാരാണ് തോന്നുന്നു. ഇവരൊന്നും കാലിൽ ചെരുപ്പില്ല, മുല്ലപ്പൂ ഒക്കെ വെച്ച്. നമ്മളെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല 2 സൈഡിലും നല്ല ഭംഗിയുള്ള മരങ്ങളാണ്. ഫോണിൽ കാണുന്ന പോലെ ഒന്നല്ല. അവിടെ നമ്മൾ കാറ്റാടി യന്ത്രങ്ങൾ കണ്ടെങ്കിൽ ഇവിടെ നല്ല തണലുള്ള മരങ്ങളുള്ള റോഡാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ഒരു ഹോട്ടലിന്റെ ബോർഡ് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തായിട്ടൊരു ഹോട്ടൽ ഉണ്ടെന്ന വിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം നമ്മൾ ഹോട്ടൽ കണ്ടെത്തി. കൊച്ചിൻ ഹോട്ടൽ, കേരള ഹോട്ടൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ മലയാളം കണ്ടതോടെ നമ്മൾ ഇതിനൊന്നും നോക്കിയില്ല, അവിടെ നിർത്തി നേരെ ഫുഡ് കഴിക്കാൻ അവിടെ കയറി. എല്ലാവരും മസാല ദോശ പറഞ്ഞു. കിട്ടുന്ന ഫുഡ് നന്നാവോ എന്നുള്ള ടെൻഷൻ ഞങ്ങൾക്ക് നല്ല ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് നല്ല ഫുഡായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. തുടക്കം തന്നെ എന്തായാലും നല്ല ഭക്ഷണത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. വീണ്ടും ഞങ്ങൾക്ക് നല്ല ഭംഗിയുള്ള റോഡാണ് കിട്ടിയത്. നല്ല മരങ്ങൾക്കിടയിലൂടെയുള്ള നല്ല റോഡ്. ഈ
റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാം മസനഗുഡിനേക്കാളും ഭംഗിയുള്ള റൂട്ടാണ് കൊടൈക്കനാൽക്കുള്ള ഈ ഒരു റൂട്ട് എന്നുള്ളത്. മസനഗുഡി ഊട്ടിയിലേക്ക് പോണ ആ റൂട്ട് ഉണ്ടല്ലോ, അതിനേക്കാൾ ഭംഗിയുണ്ട് ഈ റൂട്ട്. നല്ല മരങ്ങള് ഈ ഫോണിൽ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, നല്ല ഭംഗിയുള്ള റൂട്ടാണ്. അങ്ങനെ നമ്മള് കൊടൈക്കനാൽ ബോർഡറിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഫൈനലി പ്രിൻസസ് ഹിൽസ് കൊടൈക്കനാൽ വെൽക്കം യു. അപ്പൊ നമുക്ക് കൊടൈക്കനാലിലേക്ക് പോകാം. നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി കൂടുതലൊന്നും ഓടേണ്ടി വരില്ല. അതിന്റെ മുന്നേ തന്നെ നമുക്ക് കിട്ടാൻ പോണത് ചൊരാവും. സോ നമ്മൾ ഇനി കുന്നുകൾ കയറാൻ പോവാണ്. കുന്നുകളൊക്കെ കയറിയാണ് നമ്മൾ കൊടൈക്കനാലിലെത്തുക. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ കാണുന്നത്. അവിടെ നമ്മളെ ഇ പാസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ അവിടുന്ന് എൻട്രി ചെയ്യാം. അങ്ങനെ നമ്മൾ ചുരം കയറി തുടങ്ങി. ചുരം കയറി ഒരു രണ്ടാമത്തെ ചുരത്തിലൊക്കെ എത്തിയ സമയത്താണ് നല്ലൊരു വ്യൂ കാണുന്നത്. എല്ലാരും അന്തം വിട്ട് ആ വ്യൂ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല ഭംഗിയുള്ള, ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു ഡാമിന്റെ ഒക്കെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അതാണെന്ന് തോന്നുന്നു. നല്ല വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ പറ്റിയൊരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിട്ടുള്ള അവിടെ കയറി നോക്കാം അവിടെ നിന്നുള്ള വ്യൂ എങ്ങനെ ഉണ്ടെന്ന്. സത്യം പറയാലോ ഒരു രക്ഷയില്ല, നല്ല ഭംഗിയുണ്ട്. മലകൾക്ക്, മലയുടെ താഴ്വാരങ്ങളിൽ അങ്ങനെ പറയാം. ഇതൊക്കെ കാണാൻ എന്താ പറയോ, പോത്തോ പശു എന്തോ ആണ് കേട്ടോ, ഒരുപാടുണ്ട്. നല്ലൊരു ഏരിയ. അവിടേക്ക് ഡയറക്റ്റ് പോവായിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. പക്ഷെ നമ്മൾ പോയില്ല, അതുകൊണ്ട് കാണാനും പറ്റിയില്ല. തിരിച്ചു പോകുമ്പോ സമയം ഉണ്ടെങ്കിൽ അവിടെ കയറണം. അങ്ങനെ നമ്മളെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ നല്ലൊരു സ്പോട്ട് ഉണ്ടെന്ന് നിർത്തിയത് കേട്ടോ. അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സും പിന്നെ ക്യാരറ്റ്, ചായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ ഉണ്ട്. നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഫോട്ടോ ഒക്കെ അടിക്കാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. കുഴപ്പമില്ലാത്ത എന്താ പറയാ, പല വെറൈറ്റി ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട്. ചക്ക ഇവിടെ ചുള പറിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതും കാണാം. ചക്ക വരെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫ്രഷ് തേനാ, തേനാണോ? സൂപ്പ് വെച്ച് കുടിക്കണോ? ഓ, മുട്ടുവേദന. കാണാൻ നല്ല ഭംഗി. നമ്മൾ കണ്ടതും കാണാത്തതൊക്കെ നമ്മളിവിടുന്ന് മേടിച്ചത് ഓറഞ്ചും പിന്നെ മുന്തിരി, ഇത് രണ്ടും നമ്മളിവിടുന്ന് മേടിച്ചത്. അങ്ങനെ നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയതിനു ശേഷം നേരെ വിട്ടു. അങ്ങനെ നമ്മളെ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു വാട്ടർഫാൾസ് ആണ് അത്. കൊടൈക്കനാൽക്ക് പോണ റൂട്ടിലുള്ളതാണ്. അത്യാവശ്യം ആളൊക്കെ ഉണ്ട് അവിടെ. സിൽവർ കാസ്കേഡ്. അങ്ങനെ അവിടെ ഇറങ്ങി. അപ്പോ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. അവിടെ രാവിലെ ആയതുകൊണ്ട് തന്നെ ആള് കുറവാണ്, പക്ഷെ എന്നാലും അത്യാവശ്യം ആളുണ്ട് അവിടെ. ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയയാണ്. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ രാവിലെ. മീൻസ് അപ്പോഴേക്കും ടൈം ഒരു 11 മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ട്. ദെൻ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് വരുന്നത്
കൊടൈക്കനാലിലെ മെയിൻ വിസിറ്റിംഗ് സ്പോട്ട് ആയിട്ടുള്ള കൊടൈക്കനാൽ ലേക്ക്. നമ്മളിവിടെ ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ബോട്ടിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ കുതിര സവാരി, അതുപോലെ സൈക്കിൾ റൈഡ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഞങ്ങൾ പിന്നെ വേഗം പോന്നു നെക്സ്റ്റ് സ്പോട്ട് വെച്ചിട്ട്. ഫൈനലി നമ്മൾ കൊടൈക്കനാലിലെത്തി, അഥവാ കൊടൈക്കനാൽ ടൗണില്. ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും കൊടൈക്കനാൽ വെതർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പ്, നല്ല കോട, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ്. വീഡിയോയിൽ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും നല്ല കോടയൊക്കെ ഉണ്ട് എന്നുള്ളത്. അവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഒരു സ്പോട്ട്, ഐ ലവ് ഫോറസ്റ്റ് കൊടൈക്കനാൽ എന്നൊക്കെ കൊടുത്തിട്ടുള്ള സ്പോട്ട് ഉണ്ടായിരുന്നു. അവിടെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അവിടെയുള്ള ഷോപ്പുകളിലൊക്കെ കണ്ടുവന്ന ഒരു ഫ്ലവേഴ്സ് ആണിത്. ഇത് കളേഴ്സ് നോക്കിയതാണോ എന്താണെന്ന് അറിയാം. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഒരു ഹിഡൻ സ്പോട്ട് കിട്ടി. അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അതിനുശേഷം നേരെ വീണ്ടും അടുത്ത ലൊക്കേഷൻ, അടുത്ത സ്പോട്ട് ഞങ്ങളത് ഗുണാക്കേവ് ആയിരുന്നു. ഗുണാക്കേവ് ഇപ്പോ ട്രെൻഡിങ് ആണല്ലോ. കൊടൈക്കനാലിൽ പോയവരൊന്നും ഇപ്പൊ ഗുണാക്കേവ് വിസിറ്റ് ചെയ്യാതെ വരുന്നില്ലല്ലോ, മഞ്ഞുമൽ ബോയ്സ് ഫിലിം ഇറങ്ങിയതിനു ശേഷം. അപ്പൊ ഗുണാക്കേവ് കാണാന്ന് കരുതി ചെന്നു. ഗുണാക്കേവിലെത്തി. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. തിരക്കെന്ന് മാത്രല്ല, അവിടെ എത്തിയപ്പോ നല്ല തണുപ്പായി, നല്ല കോട, ഭയങ്കര കൂളായിട്ടുള്ള ക്ലൈമറ്റ്. ഇത്രയും തണുപ്പും ഈ കോടയ്ക്കുള്ള ഈ സമയം ഏതാന്നറിയാം, ശരിക്കും 1 മണി 1:30 ആ ടൈമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇത്രയും കോടയും നല്ല തണുപ്പൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആണ് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ അത് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ ആൾക്കാരെ ഭയങ്കര സൗണ്ടാ. മുന്നിക്ക് പോകുമ്പോ ഒരു പ്രേതാലയത്തേക്ക് പോണ പോലത്തെ ഫീൽ ഉണ്ടായിരുന്നു. ചെറിയ ഒരു പേടിയൊക്കെ ഇങ്ങനെ, അത്രക്ക് ആൾക്കാർ അവിടെ ഇങ്ങനെ പോയിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു അവിടുത്തെ ശരിക്കുള്ള ഒരവസ്ഥ. ഇവരെന്തിനത്ര സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഇവിടുത്തെ സ്റ്റോറി എന്താന്നൊക്കെ ഉമ്മക്കും ഉപ്പക്കും പറഞ്ഞു കൊടുക്കണം, അവർക്കറിയില്ലല്ലോ. ഇങ്ങനെ ഒരു മൂവി ഉണ്ട്, ഇത് റിയൽ ലൈഫിൽ സംഭവിച്ച സംഭവം മൂവി ആക്കിയതാന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു അവർക്ക്. അങ്ങനെ അവിടൊക്കെ ഇങ്ങനെ, അവിടെ വേറെ ഒരുപാട് ഈ ഗുഹകൾ പോലത്തൊക്കെ ഇങ്ങനെ കമ്പിട്ടൊക്കെ കാണുന്നുണ്ടോ. അവിടെ കോട കൊണ്ട് തന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനേ പറ്റുന്നില്ല. അപ്പുറത്തുള്ള മലകളോ മരങ്ങളോ ഒന്നും കാണുന്നില്ല, ഫുള്ള് ബ്ലാങ്ക് ആണ്. അങ്ങനെ നമ്മൾ ഗുണാക്കേവും കണ്ട് അവിടുന്ന് ഇറങ്ങി. അപ്പോഴേക്കും സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു, ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു സ്പോട്ട് കിട്ടണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മളെ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഫുഡ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആണല്ലോ. അങ്ങനെ ഞങ്ങളെ ഭാഗ്യവശാൽ ഞങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടി. ഫുഡ് കഴിച്ച് അങ്ങനെ നേരെ വിട്ടത് പൈനിമല വ്യൂ പോയിന്റ് കാണാനായിരുന്നു. അവിടെ എത്തിയപ്പോ ഉമ്മ അവിടെ ഉള്ള ചെടികളൊക്കെ പറിച്ച് വണ്ടിയിലാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴേക്ക് ഡിക്ക് നിറയോ എന്നുള്ളതാണ് സംശയം. ഇന്നത്തെ അവസാനത്തെ സ്പോട്ട് ആയിട്ടുള്ള കൂക്കാലിൽ എത്തിയിട്ടുണ്ട്. കൂക്കാൽ ലേക്ക് ആണ് കേട്ടോ ഈ കാണുന്നത്. അതിൽ ഫുള്ള് ആമ്പലിന്റെ ചെടി. നമ്മള് കൂക്കാലിന് ശരിക്ക് ഇങ്ങനെ ആവുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. നമ്മള് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആ സ്പോട്ട് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. ഞങ്ങളിപ്പോ കൂക്കാലിൽ എത്തിയത് തന്നെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടാണ്. അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട് ഓടുമ്പോ ഒരുപാട് സമയമാവും. ഇപ്പൊ തന്നെ 6 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇരുട്ടാവും, നമുക്കത് കാണാൻ പറ്റില്ല. ഞങ്ങൾ കരുതി ഇവിടെ ഒരു ചെറിയ തട്ടുകട പോലത്തെ സെറ്റപ്പ് ഉണ്ട്, അവിടെ ചായ കുടിക്കാം.
ചായ കുടിച്ച് നേരെ ഇവിടുന്ന് തിരിക്കാം. ഇനി നേരെ നമുക്ക് പൂണ്ടിയിലേക്ക് പോകാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പൂണ്ടിയിൽ സ്റ്റേ ചെയ്തതിനു ശേഷം നാളെ മോർണിംഗും ബാക്കി സ്പോട്ട് കാണാനുള്ളതൊക്കെ കണ്ടിട്ട് തിരിച്ച് നാട്ടിലേക്ക് എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓരോ കോഫി ഓർഡർ ചെയ്തു. അങ്ങനെ ആ കോഫിയൊക്കെ കുടിച്ചു. നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ്, താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറം തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ അവിടുന്ന് വിട്ടു. സമയം അത്യാവശ്യം ഇങ്ങനെ ഓടാണ്ടായിരുന്നു. അങ്ങനെ ആകാശത്തിന്റെ വ്യൂ കണ്ടില്ലേ, രാത്രി ആവാൻ പോവാണ്. അപ്പൊ നല്ലൊരു കളറിലൊക്കെയാണ് ഉള്ളത്. കോടൊന്നും ഇപ്പൊ ഇല്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഓരോ ഏരിയയും വേറെ വേറെ സ്റ്റൈല് മരങ്ങള്. സാധാരണ നമ്മള് ഇപ്പൊ മൂന്നാറായാലും ഊട്ടിയൊക്കെ പോയാലും തേയിലത്തോട്ടങ്ങളാണല്ലോ കൂടുതൽ കാണുന്നത്. ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തും പല മരങ്ങൾ. എന്താ കറക്റ്റ് അറിയാത്ത ഒരു വെറൈറ്റി സ്പോട്ടായിട്ടാണ് കൊടൈക്കനാൽ ഫീൽ ചെയ്തത്. നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ക്ലൈമറ്റ്, നല്ല വ്യൂ, നല്ല സ്ഥലങ്ങള്, ഒരു രക്ഷയില്ല. സത്യം പറയാം, ഈ ട്രിപ്പ് ഒരു വിധത്തിലും ഇതുവരെ ഫ്ലോപ്പ് ആയിട്ടില്ല. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഉമ്മാക്കുപ്പാക്കൊക്കെ നല്ല ഇഷ്ടമായി. അവരെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയി. തണുപ്പൊക്കെ ഇങ്ങനെ കൂടി വരികയാണ് കേട്ടോ. രാത്രി ആവും തോറും തണുപ്പിന്റെ കാഠിന്യം കൂടാണ്. ഞങ്ങളിങ്ങനെ പറഞ്ഞു ചിരിക്കായിരുന്നു. ഇവിടെ കേസിന്റെ ആവശ്യമില്ല, ഫാനിന്റെ ആവശ്യമില്ല. നമ്മളെ നാട്ടിലാണെങ്കിൽ എന്തൊരു ചൂടാ, ആരും ഫാനൊന്നും ഇടൂല. നമ്മൾ സ്റ്റേ അടിക്കാന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് റൂമൊന്നും കിട്ടിയിട്ടില്ല. ഇനി റൂമൊക്കെ തെരഞ്ഞിട്ട് വേണം. റൂമൊക്കെ കിട്ടി ഒന്ന് റെസ്റ്റ് എടുക്കണം. നല്ല തണുപ്പാണ്, നല്ല സുഖമായിട്ട് ഉറങ്ങാം. സോ നമ്മൾ ഈ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കൊടൈക്കനാൽ ഡേ 2ന്റെ വിശേഷങ്ങളുമായി അടുത്ത വ്ലോഗിൽ വരാം. അപ്പോൾ ഓക്കെ, ബൈ.